പുറപ്പാട് പുസ്തകം 3:2. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ഉൽപ്പത്തി പുസ്തകം 3:18 ദൈവം മനുഷ്യൻ നിമിത്തം ഭൂമിയെ ശപിക്കുന്നത് കാണാം. നീ നിമിത്തം ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നും മുള്ളും പറക്കാരയും മുളയ്ക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഈ മുള്ളും മുൾപടർപ്പും ഒക്കെ ശാപനിമിത്തം ഭൂമിയിൽ ഉണ്ടായതാണ്. എന്നാൽ ശാപമുള്ളതിൻ്റെ മേൽ ദൈവ തേജസ് ഇറങ്ങിയപ്പോൾ ആ പരിസരം വരെ വിശുദ്ധമായി തീർന്നു. കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു മുൾപടർപ്പിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മോശയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം ഇറങ്ങി വസിച്ചാൽ ഏത് ശാപമുള്ളതും ദൈവസന്നിധിയിൽ വിശുദ്ധമായി തീരും. ശാപനിമിത്തം മുൾപടർപ്പുണ്ടായി, പിന്നെ അതിൽ നിന്നും മുൾക്കിരീടമുണ്ടായി. ആ കിരീടം ചൂടിയവൻ ക്രൂശിൽ ശാപമായി തീർന്നു. അതു നിമിത്തം നമ്മിൽ നിന്ന് ശാപം നീങ്ങി. എന്നാൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റും. അവനാണ് നമ്മുടെ ശാപം നീക്കിയ കർത്താവായ യേശു ക്രിസ്തു. God bless you.